ഒരു മിനിറ്റടാ ജോക്കി ഒന്ന് വന്നേ സംസാരിക്കല്ലേ ഒന്ന് വന്നേ നീ ഒന്നും അടങ്ങി നിക്കുമോ? എലക്ഷൻ കഴിയുന്നവരെ ജോക്കി കുറച്ചൊന്ന് ചില്ലായേ. ഞാൻ ചില്ലാണ്. ജോക്കി 35-70 വോട്ടാ വരാൻ പോണേ. ഇവന്മാർക്ക് ഈ ഒരു സ്വാതന്ത്ര്യം നമ്മളിങ്ങനെ ഭയങ്കര സോഷ്യലൈസ് ചെയ്ത് നിൽക്കുമ്പോ ഇവന്മാരുടെ ലവേഴ്സ് ഇപ്പൊ എക്സാമ്പിൾ ഇവന്മാരെയൊക്കെ വിടാം. നമ്മളിപ്പോ എങ്ങനെ ഫ്രീ ആയിട്ട് വിടുമ്പോ ഇവരെയൊക്കെ കപ്പിൾ വിളിക്കുന്ന സമയത്ത് എന്താ ഞാൻ അങ്ങോട്ട് വരുക. അപ്പൊ അവര് ചോദിക്കും അവിടെ ജോക്കിയാണൊക്കെ ഇല്ലേ? ജോക്കിയുണ്ട്. ഇപ്പൊ പണ്ടത്തെ പോലെ സീനൊന്നും ഇല്ല എന്ന് പറയുമ്പോ അപ്പുറത്ത് ഇരിക്കുന്ന കൊച്ചിനും ആണോ പുള്ളി ഓക്കെ അങ്ങനല്ല, ഗ്യാങ് ഹൗസിലോട്ടല്ല, എവിടെയെങ്കിലൊക്കെ കറങ്ങാൻ പോകുന്ന സമയത്ത് മനസ്സിലായ. നമ്മളിപ്പോ നമ്മളോട് നിൽക്കുന്ന സമയത്താണെങ്കിൽ പോലും വിളിക്കുമ്പോ ജോക്കി സിറ്റിയിൽ ഉണ്ടെങ്കിൽ തന്നെ ജോക്കി സിറ്റിയിലുള്ളപ്പോ ഇവന്മാരങ്ങനെ പോത്തില്ലല്ലോ. ഇപ്പൊ ജോക്കി ഉള്ളപ്പോ അവന്മാര് പോകുമ്പോ തന്നെ അവളുമാർക്ക് ഒരു തോട്ട് വരൂലേ ജോക്കി ഉള്ളപ്പോഴും വിടുന്നുണ്ട്. അപ്പൊ ഇവര് തന്നെ ചോദിക്കും ജോക്കി ഉള്ളപ്പോ വരുന്നുണ്ട് സീനൊന്നും ഇല്ലേന്ന്. അപ്പൊ ഇവന്മാര് പറയും ഇല്ല ജോക്കി അതൊക്കെ മാറി. അപ്പൊ അവർക്കൂടെ വോട്ട് ചെയ്യാൻ ഒരു ത്വര വരും. മനസ്സിലായ? അതാ ഞാൻ പറഞ്ഞത് ഇലക്ഷൻ കഴിയുന്നവരെ അങ്ങ് കണ്ണടച്ച് വിട്ടേരെ. നിന്റെ കാര്യത്തിലും കണ്ണടക്കണമായിരിക്കും അല്ലേ? അതായിരിക്കും. ഞാൻ വേട്ടാവളിയാ നീ വല്ല ഒക്കുന്ന പണിക്കാണ് പോവാൻ നോക്ക്. സത്യം പറഞ്ഞു കഴിഞ്ഞാ ഞാൻ കണ്ണടച്ച് നിക്കാ. ഞാൻ ഇനി കണ്ണടച്ചൊക്കെ നിക്കാ. എടാ ഇലക്ഷൻ കഴിയുന്നതിന് വരെ ഞാൻ അവരുടെ അടുത്ത് ഓൾറെഡി പറഞ്ഞു. ജോക്കി ഇല്ലായിരുന്നു ആ ദർശനം ഞാൻ എന്ന് സെറ്റ് ചെയ്തേ. എടാ നിന്റെ അടുത്തിലടാ കുട്ടിക്കുരങ്ങ ഇപ്പൊ കുറെ നാളായിട്ട് ചോദിക്കുന്നത് ദർശനം ഇഷ്ടമാണോ? ദർശനം എനിക്ക് ഇഷ്ടമാണോ ചോദിച്ചാൽ എനിക്ക് ഇഷ്ടമല്ല. എടാ നീയേ ഒരു കാര്യം ചെയ്യ്, ഇതിനകത്ത് കുഴി എടുത്തിട്ട് അതിനകത്ത് കാലും കവച്ച് വെച്ച് ഇരി. ദർശനം ഇഷ്ടമാ സംസാരിക്കാം. ഇല്ല അത് വേണ്ട വില പോവും ജോക്കി, വില പോവും. അയ്യേ പരുന്തുവാസത്തിനെ പറ്റി ഇങ്ങനെയാണോ ജോക്കി വിചാരിച്ചിരുന്നേ? എന്ത് ജോക്കി ഇങ്ങനെ പെട്ടെന്ന് ഒരു കൊച്ചിന്റെ അടുത്ത് പോയിട്ട് ഐ ലവ് യു എന്ന് പറയുന്ന ടൈപ്പാണ് പരുന്തുവാസത്താണോ ജോക്കി വിചാരിച്ചേ? ഐ ലവ് യു പറയാൻ ആര് പറഞ്ഞു? പെട്ടടിച്ചിരിക്കും ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. ജോക്കി ഞാൻ വേറെ ജോക്കി ഇപ്പൊ ചെന്നിട്ട് വാസുവിന് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ വില പോയി. ഐശ്വേ അല്ല ഞാൻ കാര്യം ചെയ്യട്ടെ, ഞാൻ അത് നമ്മള് അത് അങ്ങനൊന്നും പറയണ്ട, സംസാരിക്കാമല്ലോ, ഫ്രണ്ട്ലി വൈബ്. അല്ല എനിക്ക് ഒന്നുകൂടെ കാര്യങ്ങൾ കൺഫേം ചെയ്യണം. ഒന്നുകൂടെ ഒരു മിനിറ്റ് ആദ്യം തൊട്ട് എനിക്ക് കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇലക്ഷൻ കഴിഞ്ഞാൽ ഗുണം മാറുമോ? എടാ ഞാനൊരു കാര്യം അല്ല ഞാൻ ആദ്യം പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇലക്ഷനുമായിട്ട് ഒരു ബന്ധവുമില്ല. ഒന്നാമത്തെ കാര്യം, എനിക്ക് ഈ പെണ്ണുങ്ങളുടെ 10 വോട്ട് കിട്ടില്ലെന്ന് പറഞ്ഞാൽ ഞാൻ തോക്കാനൊന്നും മുതല, ഞാൻ എന്തായാലും ചെയ്യും. അതെനിക്ക് 100% ഉറപ്പാ. ഞാൻ ഈ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്കൊരു ഇഷ്ടം ഉണ്ടെങ്കിൽ നമ്മൾ നടത്തി തരുമല്ലോ. ഏത് പിന്നെ അങ്ങനെയാണല്ലോ 10-12 പെൺപിള്ളേരെ വോട്ട് കിട്ടില്ലെന്ന് പറഞ്ഞാൽ ഞാനങ്ങ് തോക്കുന്നത് നിന്റെ വിചാരം? നല്ല വിഷയം. നിനക്കൊരു താല്പര്യം നമ്മള് നടത്തി തരും, മനസ്സിലായോ? അതാണ് ഞാൻ ഈ പറയുന്നേ. വേണോ സംസാരിക്കണോ? ഇത് മറ്റേ ഉത്സവത്തിന് മറ്റേ കടലൊക്കെ ചെന്നിട്ട് കളിപ്പാട്ടം വേണം ചോദിക്കുന്ന പോലെ പെട്ടെന്ന് എങ്ങനെയാ പറയണേ? പിള്ളേരെ ഞാനൊരു കാര്യം പറയട്ടെ. എന്താടാ ദർശനക്ക് എന്താ ചോദിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ദർശനയുടെ ചോദ്യം ചോദിക്കാം. പറയുന്ന കേക്ക് പറയണ്ടപ്പോഴേ ദർശനടുത്തൊന്ന് പോയിട്ട് ഇങ്ങോട്ട് അവര് കടപ്പുറത്തോട്ട്. അല്ല അണ്ണൻ ഒറ്റയ്ക്ക് മതി പറഞ്ഞു. നമ്മളെല്ലാരും വേണം. ഞാൻ അതിന് കൂടെ ഫ്രീ. എനിക്ക് ഇതാണ് പേടിയടാ. ഓ പ്ലാസ്റ്റിക് ബാറ്റ് ഒരു പ്ലാസ്റ്റിക് അതിനൊപ്പം ബോള്. ഞാനൊരു പെണ്ണിന്റെ അടുത്ത് സംസാരിക്കാൻ പോകുമ്പോ പ്രീവാറിന്റെ അത്ര ആൾക്കാരുണ്ട്. ഇത് നോക്കേണ്ടത് പ്രീവാറിൽ പോലും ഇത്ര ഫുണ്ടാളെ ഞാൻ ഒരുമിച്ച് കണ്ടിട്ടില്ല. നമ്മളെ പെട്ടെന്ന് അടി ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അതുകൊണ്ടല്ലേ അടി വന്നാൽ ഞാൻ ഒറ്റയ്ക്ക് അടിച്ചോളാം. നമ്മുടെ ഈ എംപ്ലോയീസിന് ആനന്ദകരമാക്കിയ നമുക്ക് പോയ കഴക്കൂട്ടത്ത് ഒരു റൂം സെറ്റ് ആക്കി തരും. മെല്ലെ സംസാരിക്കണം. വാസു നിനക്ക് വേണ്ടി മലയല്ല പെണ്ണിനെ വരക്കാൻ തോളക്കേറ്റ്. നീ എന്റെ കൂടെ വന്നാണ്.
കുടുംബത്തിനെ അവന്റെ അടുത്ത് വന്ന് വണ്ടി കയറാൻ പറ. കൊണ്ടുപോയി ഇതൊക്കെ ഒരു തന്നെയാണ് അളിയത്. എന്താണ് കാണുന്നത് ഞാൻ? ഇത് എന്തോ ട്രാപ്പാ ഇത്? ജോക്കി ഞാൻ എടുക്കൂല കേട്ടോ. അല്ലല്ലോ 4 സീറ്റ് ഉണ്ടോ? കേറടേ. ഓ ശരി വാ പോവാ പോവാ. ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്റെ സാന്നിധ്യം നിങ്ങൾക്കൊരു പ്രശ്നമാവുന്നുണ്ടോ സംസാരിക്കാനായിട്ട്? അയ്യോ അങ്ങനെതാ എന്താ ജോക്കി, നമ്മളല്ല ഒന്നുമല്ലേ. അറിയണേടാ ദർശന എന്തൊക്കെയാണ് ദർശന ദർശനയാണ് ഭാവി പരിപാടി എന്താണ് ആക്ച്വലി? ഞാൻ അങ്ങനെ ഒന്നും തീരുമാനിച്ചിട്ടൊന്നുമല്ല. ദർശന സിംഗിൾ ആണോ? സിംഗിൾ ആണ്. റെഡി ടു മിംഗിൾ. നല്ലൊരു പയ്യൻ വന്ന സിറ്റിയില് നല്ല പയ്യന്മാരൊന്നും ഇല്ലല്ലേ? സിറ്റിയില് നല്ല പയ്യന്മാരുണ്ട്, പക്ഷേ അവർക്ക് എന്നെ കൂടെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണല്ലോ. ദർശന എങ്ങനെയാണ്? ടൈപ്പ് എങ്ങനെയാണ്? ദർശന ആംഗ്രി ആണോ അതോ ടൈപ്പ് സി ആണ്? അതെങ്ങനെയുണ്ട് ആ ടൈപ്പ്? കാം ആൻഡ് ക്വയറ്റ് ആണ്. വാസു അതൊരു പ്ലസ് പോയിന്റ് ആണ് കേട്ടോ. എന്താ ജോക്കി കേട്ടില്ല? ഈ കാം ആൻഡ് ക്വയറ്റ് മനസ്സിലായോ? ഈ കടിച്ചു കിട്ടാത്ത ഒരു പ്രകൃതമാണ് ദർശന. ഓ ഓക്കെ. ദർശനെ ഈ ഷോർട്ട് ഫോമിൽ എങ്ങനെയാ വിളിക്കുന്നത്? ദർശു എന്നാണോ ദർന്നാണോ? ആണല്ലേ. എടാ ഇതിപ്പോഴേ ഞാൻ മാത്രം അങ്ങനെയൊക്കെ ആരല്ല വിളിക്കണേ? ദർശു എന്നൊക്കെ ആരും വിളിക്കുന്നവരുണ്ടോ സിറ്റിയില്? ചില ടപ്പിക്കണ്ണന്മാര് കാണുമല്ലോ ഇതിന്റെയൊക്കെ പുറകെ നടക്കുന്ന വാവിലിപ്പിച്ചിട്ട് അമ്മരൊക്കെ വിളിക്കും ഇങ്ങനെ ദർശു 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 എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ എന്താ വിളിക്കുന്നവരെ കാണും, എനിക്ക് അറിയത്തില്ല. അതൊക്കെ എന്നെ വിളിക്കുന്നവരൊക്കെ കാണും. മോളുടെ പുറകെ ഏതെങ്കിലും ടപ്പിക്കണ്ണന്മാര് നടന്നിട്ടുണ്ടോ? എന്റെ പൊന്നെ കൊച്ചെ എന്തോ ചോദിച്ചാലും അങ്ങനെ അങ്ങനെയെന്ന് പറഞ്ഞു നടക്കുന്നത് ഒന്നെങ്കിൽ ഉണ്ടെന്ന് പറ, ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറ. ഇത് നടന്നിട്ടില്ല. വാസു കൊച്ച് നീ എന്തെങ്കിലും സംസാരിക്കേ. നീ എന്ത് ഞാൻ കാര്യം പറയട്ടെ മോളെ, ഇതുവരെ ഒരു പെണ്ണിന്റെ മുഖത്ത് പോലും നോക്കി സംസാരിക്കാത്ത ഒരു ചെറുക്കൻ സിറ്റിയിലുണ്ടെങ്കിൽ, ഞാൻ വരെ സംസാരിച്ചിട്ടുണ്ട്, പക്ഷെ ഇതുവരെ ഒരു പെണ്ണിന്റെ മുഖത്ത് പോലും നോക്കി സംസാരിക്കാത്ത ഒരു വ്യക്തി ഉണ്ടെങ്കിൽ മോളൊന്ന് TPP ഇടിച്ചിട്ട് ഒരു മിനിറ്റ് TPP ഇടിച്ചിട്ട് ഫ്രണ്ടിലോട്ടൊന്ന് നോക്കിയാണ് ഒരു ചെറുക്കനെ കാണുന്നുണ്ടോ? ആ ചെറുക്കൻ ഇതുവരെ സിറ്റിയിൽ നമ്മുടെ വാസു അവൻ അത് നാണോ കേട്ടോ. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഉണ്ടായിരിക്കുന്നതിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാണമാണ്. ഈ ചേട്ടന്റെ സ്ഥാനത്ത് അല്ലല്ല ഞാൻ അധികം അങ്ങനെ സംസാരിക്കുന്ന ടൈപ്പല്ല. ഞാൻ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ എന്റെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാളെ തുടരണം. ഇതിപ്പോ ഇറങ്ങിയിട്ട് ഒരു മിനിറ്റ്, ഇപ്പൊ അത്രയ്ക്ക് ബുദ്ധിമുട്ടൊക്കെ ആണെങ്കിൽ ഒന്ന് ഇറങ്ങുമോ? തൊട്ട് സംസാരിക്കേ ജോക്കി. അത് കൊച്ചു പേടിക്ക് ജോക്കി വേണ്ട. വാസു വണ്ടി എടുത്തു മോനെ, വാസു വണ്ടി എടുത്തോളാം, എനിക്ക് വയ്യ ഓടിക്കും. കുട്ടിയും പൊട്ടിയും മോളെ കയറിക്കോ വണ്ടി കയറണ്ട കേട്ടോ, ഞാൻ കയറിക്കോളാം. എന്താ പറ്റി? അല്ലല്ല ഹോട്ട് വയർ. എന്തുകൂടെ പോയത്? നമ്മുടെ വീട്ടിലെ വണ്ടിയല്ലേ? നമ്മുടെ വീട്? എന്റെ ടാപ്പിംഗ് സ്പീഡ് ഭയങ്കര കുറവാണ്. നിങ്ങളുടെ വീട്ടിലെ വണ്ടിയല്ലേ? അങ്ങനെ നമ്മള് നല്ല രീതിക്കുണ്ട് അങ്ങനെ നിങ്ങളൊന്നും ഉണ്ടല്ലേ. പിന്നെ ഞങ്ങള് നല്ല പെട്രോൾ തീർന്നേട്ടാ. പെട്രോൾ ഒന്നും തീർന്നിട്ടൊന്നും ഇല്ല. പെട്രോൾ തീർന്നു. നമ്മുടെ വണ്ടിയാ. ഇങ്ങനെയാണെങ്കിൽ നാളെ അതിനകത്ത് ഇരിക്കുമല്ലോ ഓട്ടോ കൊച്ചേ.
ജോക്കി ഇത് ജസ്റ്റ് ഒന്ന് ഗരാജിലോട്ട് ഒന്ന് സേവ് ചെയ്തിട്ട് എടുക്കുമോ ജോക്കി ഒന്ന് മാറ്റിട്ട്? എന്നാ ഒരു വട്ടം ഫെയിലായ പിന്നെ പറ്റത്തില്ല. എന്ത് ഫെയിലായാലും എന്റെ പൊന്നു 10ാം ക്ലാസ് വരെ ഞാൻ ഫെയിൽ ആയിട്ടില്ല, ഫസ്റ്റ് ട്രൈലാണ് എഴുതിയെടുത്തത്. എന്റെ അടുത്ത് ഫെയിൽ എന്താ? ആകെ ഫെയിലായത് ഈ അപ്പുക്കുട്ടനെ പോലത്തെ ഗ്യാങ്ങിലെടുത്തപ്പോഴാണ് ഞാൻ ഫെയിലായത്. ഞാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാ അതുണ്ട് കേട്ടോ ദർശന. ജോക്കി ഇതൊന്ന് സേവ് ചെയ്തിട്ട് എടുത്തേ ജോക്കി, ഇതൊന്ന് സേവ് ചെയ്തിട്ട് എനിക്കൊന്ന് തന്നെ ജോക്കി. എവിടെ സേവ് ചെയ്യും ജോക്കി? തൊട്ട് ബാക്കില് മാപ്പ് നോളജ് ഒന്നും ഇല്ലേ? എത്ര നാളായി സിറ്റി കളിക്കാൻ വേണ്ടി? 4-5 വർഷമായില്ലേ? എടാ നിന്റെ അത്ര ഇല്ലല്ലോടാ മോനെ. നീയല്ലേ എടാ നീ എന്താ പറയാനാ മോളെ ഈ ചേട്ടൻ സ്ഥാനത്ത് നിൽക്കുന്ന സമയത്ത് ഈ പിള്ളേരൊക്കെ ഇവൻ എന്തെങ്കിലും ഒരു ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പബ്ജിയില് DMR പോലും കളിക്കാത്ത ഇതുകൊണ്ടാ. എനിക്ക് ടാപ്പിംഗ് സ്പീഡ് ഭയങ്കര കുറവാ, എനിക്കത് ഒട്ടും വരില്ല. ഞാൻ ഈ പബ്ജിയിൽ DMR ഒന്നും കളിക്കാത്ത അതുകൊണ്ടാ, എനിക്ക് പറ്റൂല. എനിക്ക് ടാപ്പിംഗ് സ്പീഡ് ഭയങ്കര കുറവാ. എനിക്ക് അതെന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. ജോക്കി അതെ ഈ വണ്ടിയുടെ എടുത്തേ. ഈ വണ്ടി അതന്നെ എനിക്ക് ഇങ്ങോട്ട് തന്നെ. പുള്ളി എന്ത് ചെയ്യ? ഹലോ അത്രയൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടി വരും എനിക്ക് ഇങ്ങനെ അതൊക്കെ ചെയ്യണമെങ്കിൽ. ഈ ടാപ്പിംഗ് സ്പീഡ് ഭയങ്കര കുറവാണ് എനിക്ക്. എന്താ ജോക്കി കേട്ടില്ല? കോൺസെൻട്രേറ്റ് ചെയ്യുമായിരിക്കും, ഡ്രൈവിംഗ് അല്ലേ? അല്ല കോൺസെൻട്രേറ്റ് ഒന്നും ചെയ്തതല്ല. പറഞ്ഞോ എന്ത് പറ്റി? അല്ല ഞാനീ ചോദിച്ചാന്നേ അപ്പുക്കുട്ടാ എന്തുവാടാ ഇത് നമ്മളെ ഫോളോ ചെയ്യുന്നേ? നീ എന്താ ഇങ്ങനെ പുറകെ വരുന്നേ? ഒരു അടി വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യാ? എപ്പോഴാ അടി വന്നാ ഞാൻ വാളൂരി വീശിക്കോളാം. എന്റെ അടിയിൽ ഇരിപ്പുണ്ട്. അല്ല നീ എന്തിനാ നമ്മുടെ പുറകെ നടക്കുന്നേ? ഓരോരുത്തന്മാര് മണപ്പിച്ച് നടക്കും. അയ്യോ നാടകടി വല്ലായിരുന്നോ? എന്തെങ്കിലും ബന്ധമുണ്ടോ? കാരണം ജോക്കി ഒരാളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇങ്ങനെയാണോ ജോക്കി? അല്ല ഞാൻ പെട്ടെന്ന് ഇങ്ങനെ വാക്ക് വന്നതേ. എന്തെങ്കിലും ഉണ്ടോന്ന് ചോദിച്ചല്ലേ. സിമുലേറ്റർ ഗെയിം കളിച്ചിരിക്കുമ്പോ ഇങ്ങനെ കേട്ടാ സുഹൃത്താ അതും തുടങ്ങിയത്. ഞാനീ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാ ഡപ്പിക്കണ്ണാണ് ദർശന. ഈ എന്താണ് ഭാവി പരിപാടി? അല്ല അത് പെട്ടെന്ന് അല്ല എന്താണ് ദർശനയുടെ ഭാവി പരിപാടി? എന്തൊക്കെയാ നോക്കി ചോദിക്കണേ? അല്ല അത് പെട്ടെന്ന് എന്റെ വായി മൊത്തം സ്ലിപ്പ് ആവുക. അപ്പൊ ദർശന എന്താണ് ഭാവി പരിപാടി? ദർശന ദർശന ഇല്ല ഞാൻ വർക്ക് ചെയ്യുന്നില്ല. ജോലിയും കൂലിയൊന്നും ഇല്ല. അത് അന്ന് നമ്മുടെ PA ആയിട്ട് വന്ന ഓർമ്മയില്ലേ ജോക്കി? മറ്റേ ഇന്റർവ്യൂവിന് വേണ്ടി വന്നോ? ഞാൻ ഈ റേഡിയോ നിലവിളിയും അപ്പൊ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദർശന എടുത്തപ്പോ ഒരു ഞാൻ കാര്യം പറഞ്ഞു. ഈ വാസുവിനെ കുറിച്ച് എന്താ അഭിപ്രായം? വാസുവിനെ പറ്റി നല്ല അഭിപ്രായമാണല്ലോ. നല്ല അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ സിറ്റിയില് ഏറ്റവും നല്ല എന്റെ ഏറ്റവും നല്ല ഫ്രണ്ടാണ്. അടുത്ത ഫ്രണ്ടാണ്. വണ്ടിക്കകത്ത് വെള്ളം വെക്കുവോ? വെക്കാലോ. ബാക്കി പറഞ്ഞു ബാക്കി പോട്ടെ. വണ്ടിയിൽ വെച്ചിട്ടുണ്ടേ. ഞാനീ പറയുന്നത് അതൊന്നും അല്ല, മനസ്സിലായോ? ഈ ഒരു സാധനത്തില് ദർശനയ്ക്ക് വലിയ ഇതിപ്പം ദർശന വാസുവിനെ നല്ല സുഹൃത്തല്ലേ? ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്.
എന്താണോ അങ്ങനെ ചോദിച്ചേ? ഏ അല്ല എന്താ അങ്ങനെ ചോദിക്കാൻ കാരണം? എന്തേലും പറയണക്കടാ. അല്ല ഞാനിങ്ങനെ ഇതല്ല ഞാൻ ചോദിച്ചതാണ് മോളെ. എന്താണ് ഒരു ഇതെന്ന് എന്താണ് ഇതാന്ന്. അണ്ണുവിന് എന്തെങ്കിലും സംശയം അങ്ങനെ എന്തേലും? ദർശന അണ്ണ പറ. വീടെവിടാ? വീട്ടിലിറക്കാനാണോ? അല്ല ജസ്റ്റ് ചോദിച്ചത് കോൺവെർസേഷൻ. വീട് നമ്മുടെ മുതുക്കിന്റെ ഒക്കെ മേളിലായിട്ട് വരും. വീട് മുതുക്കിലാ? മുതുക്കിന്റെ മേളില് ഗാരേജിന്റെ ഒക്കെ മേൾ സൈഡിലായിട്ട് വരും. എന്താ അയച്ചത്? ഞാൻ പെട്ടെന്ന് പറ. ഞാൻ പെട്ടു. ഒന്ന് വണ്ടി ഇരിക്കണം. സൈഡിലോട്ട് ഒതുക്കുമോ? വാസു ഒന്ന് ഇറങ്ങി പറഞ്ഞു. ഒരു മിനിറ്റ്, അവൻ ഞാനായിട്ട് ഉണ്ട കൊടുക്കാനുണ്ടായിരുന്നു. ഞാൻ റീവാറിന് വാങ്ങിച്ചേ. ഒരു മിനിറ്റ്. എടാ ഞാൻ എന്തുവാ പറഞ്ഞെന്നറിയാവോ? ഞാൻ എന്തുവാ പണയണ്ടേന്ന് ചോദിച്ചപ്പോ ഞാൻ പെട്ടെന്ന് പറയാനാ ഒരു ഇതി പറഞ്ഞതാ. അല്ലാതെ ഞാൻ പെട്ടു എന്തുവാണോ? നീ മൊണ്ണയാണോ? നീ മൊണ്ണ. ഞാൻ പെട്ടു എന്തോ പെടാൻ. ജോക്കി ഞാൻ എന്തോ ഡയലോഗ് അടിക്കാൻ വരുമായിരിക്കും ജോക്കി അങ്ങനെ ഞാൻ പറയുമ്പോ. എടാ ഞാൻ എനിക്കൊരു പെണ്ണിനെ ഡീൽ ചെയ്യാൻ പോലും പറഞ്ഞിട്ടാ. ജോക്കി സത്യമായിട്ട് ഞാൻ വിചാരിച്ചെന്ന് വെച്ചാ എന്നോട് ഞാൻ പെട്ടു എന്ന് പറയുമ്പോ ജോക്കി ഇനി എന്തേലും മറ്റേ പിക്കപ്പ് ലൈനോ അങ്ങനെ എന്തെങ്കിലും സാധനം കൊണ്ടുവരാനായിരിക്കും. പിക്കപ്പ് ലൈനും കൂടെ ഉണ്ടാക്കി തരാം നിനക്കൊക്കെ. ഇനി ചെയ്തു തരുന്നത് മോനെ പിക്കപ്പ് ലൈനും കൂടെ ഉണ്ടാക്കി തരാൻ എനിക്ക്. ജോക്കി എന്തോ ഡയലോഗ് അടിക്കാൻ വേണ്ടിട്ട് എന്റെ അടുത്ത് എന്നെ കൊണ്ട് പറയില്ല. അവൻ നേരത്തെ പെട്ടു എന്ന് പറഞ്ഞ എന്തോന്നറിയാവോ? എന്തായിരിക്കും? എനിക്ക് മനസ്സിലായില്ല. ദർശനം ചിന്തിച്ചു നോക്ക് എന്തായിരിക്കും. എനിക്ക് ചിന്തിച്ചിട്ട് കിട്ടുന്നില്ല. അവന്റെ മനസ്സെവിടോ പെട്ടുപോയെന്നാണ് അവൻ ഉദ്ദേശിച്ചത് ആക്ച്വലി. മനസ്സിലായോ? ഓ ഇപ്പൊ മനസ്സിലായി. പെട്ടുപോയ മനസ്സ് എവിടെ? അതിപ്പോ ഞാൻ അറിഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നടക്കാതിന് വിഷമിച്ചിരിക്കുന്ന ചെറുക്കം പെട്ടുപോയെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കൊച്ചെന്തിനാ അത് വേറെ രീതിക്ക് എടുക്കുന്നേ? ഇവിടെ പി എൽ കാരണം പ്രീവാർ കളിക്കാൻ പറ്റില്ല. ഞാനാണെങ്കിൽ തോക്ക് ഉണ്ടാക്കിയെടുത്ത് ഇറങ്ങിയതാ. അത് പോയി. വെടിവെക്കാൻ പോലും പറ്റിയില്ല. ഒരു വെടി പോലും ഒരുത്തനെ വെടിവെക്കാൻ പറ്റിയില്ല എനിക്ക്. ദർശന സിറ്റിയിലെ വായ്ത്താളം അടിച്ച് മാത്രം നടക്കുന്നവന്മാർക്ക് അല്ലാതെ കഴിവുള്ളവന്മാർക്ക് മാത്രം കിട്ടുന്ന ഒരു സാധനമാണ് ടർഫ്. ഇത് ഞങ്ങളുടെ ഒരു ടർഫാ, മണി ടർഫ്. എങ്ങനെയുണ്ട്? കൊള്ളാവോ? വേണേ ചുറ്റും ഒന്ന് കണ്ടോ. അധികം ആൾക്കാരുടെ കയ്യിലില്ല. 2 നമ്മളെ തന്നെ. അതൊക്കെ എങ്ങനെയുണ്ട്? ഇങ്ങനെയൊക്കെയല്ലേ കൊടുക്കേണ്ടത്. എന്നൊരു കാര്യം ചെയ്യ്, അകത്തോട്ട് കക്കൂസൂടെ കഴുകി. എടാ നിനക്കൊന്നും വയ്യേടാ, നിനക്കൊന്നും മലയുടെ മുകളിൽ അങ്ങാണ് കൊണ്ടുപോടാ. ഇതൊക്കെ ഞാൻ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ചെയ്യിക്കണതല്ലേ? ഇതൊക്കെ നമ്മൾ കഷ്ടപ്പെട്ട് അടിച്ചെടുത്തതല്ലേ? എന്റെ ഒരു ഇത് വെച്ചിട്ട് എനിക്ക് എന്റെ അസറ്റ്സ് എന്നൊക്കെ പറഞ്ഞ ഇതല്ലേ ജോക്കി? കേട്ടോ കേക്കുന്നില്ല. കേക്കാവോ? ഹലോ ഇപ്പൊ കേക്ക്. ജോക്കി ഞാനൊരു ഗാങ്സ്റ്റർ അല്ലേ? എന്റെ അസറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതല്ലേ? ടർഫ്. ഇത് റൊമാൻറ്റിക് അല്ലേ? ഇതൊന്നും എടാ ഞാനൊരു കാര്യം പറഞ്ഞേടാ നിന്റെ അടുത്ത്. എന്നാ റാഞ്ചി കൊണ്ടുപോവാ. ഇത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേറെ ഞാൻ വണ്ടി എടുക്കാം. നിങ്ങൾ കേറ് വണ്ടി എടുക്കാം. എന്തോ എന്താ? ഹലോ
അതെന്താ അങ്ങനെ നിന്നത്? ഹലോ ഞാൻ പറയുന്ന കേക്കുന്നുണ്ട്. ഹലോ ഇപ്പൊ കേക്കാം. ഇപ്പൊ നല്ല രീതിയിൽ കേക്കാം. ഞാൻ പേടിച്ചു പോയി. പിന്നെ അപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞൊന്നും കേക്കുന്നില്ല. റാംബോ ബ്രോ താങ്ക് യു സോ മച്ച് ഒന്ന് ബൈ വീക്കിലി മെമ്പർഷിപ്പ്. അപ്പൊ ദർശന ഞാൻ പറയാൻ വന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദർശനയുടെ വീട്ടിലാരൊക്കെ ഉണ്ട്? എനിക്ക് ഞാൻ സത്യം പറഞ്ഞ ഞാൻ അനാഥയാണ്. അല്ല എന്നെ ദത്തെടുത്ത് ഈ സിറ്റിയിൽ ഒരു കല്ല് പറക്കി മുകളിലോട്ട് ഇട്ട് അത് വീഴുന്നത് അനാഥയുടെ തലയിലായിരിക്കും. ഒരു അനാഥയുടെ തലയിലായിരിക്കും. ലോകത്തുള്ള എല്ലാരും അനാഥന്മാര്. ഇതെങ്ങനെ ജനിച്ചു പിന്നില്ലാണോ? ദത്തെടുത്ത് വളർത്തുന്ന അച്ഛനുണ്ട്. അല്ല ഒന്ന് വെറൈറ്റി മാറ്റി പിടിച്ചിട്ട് എന്റെ അച്ഛൻ ഉണ്ടായിരുന്നു, പണ്ട് വീട് വിട്ടുപോയി, പിന്നെ തിരിച്ചു വന്നു, വേറൊരു അമ്മയായിട്ട് ജീവിക്കുകയാണ്, അങ്ങനെ വല്ലതൊക്കെ പറഞ്ഞുകൂടെ? ഇത് 24 മണിക്കൂർ അനാഥയാണ് അനാഥയാണ് അനാഥയാണ്. ആരെടുത്ത് ചോദിച്ചാലും ജോക്കിയുടെ അച്ഛന്റെ പേരെന്താ പറഞ്ഞപ്പോഴേ? അത് തങ്കപ്പനാശാരി. നീ ഒന്ന് വെച്ചുണ്ട് നിർത്തി. ഞാനിപ്പോ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരനല്ല മോളെ. അപ്പൊ വീട്ടിലാരും ഇല്ലേ? നമുക്ക് വീട്ടിൽ വന്ന് സംസാരിക്കണമെന്നൊക്കെ തോന്നിയാൽ ഇപ്പൊ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് ദർശനയുടെ വീട്ടിൽ വന്ന് 2 മിനിറ്റപ്പവും മുറുക്കും തിന്നണമെന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ആരെങ്കിലും ഉണ്ടോ അവിടെ? ഉണ്ട്. എന്നെ എടുത്തു വളർത്തിയ എന്റെ ശിവൻ എന്ന് പറയുന്ന എന്റെ വളർത്തച്ഛനുണ്ട്. കഴിച്ച പാമ്പൊന്നും ഇല്ലല്ലോ വന്ന കടിക്കാൻ? ഇല്ല ഇല്ല. അപ്പൊ പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വരാം, ശിവനേട്ടനെ കാണാനായിട്ട് വരാം. ഈ ശിവൻ എന്ത് ചെയ്യുന്നു? ഏലത്തിന്റെ കൃഷിയാണ്. ഏലകൃഷി എവിടെയാണ്? പുറത്താണ്, ബിസിനസ്സാണ് ആൾക്ക്. ഏലത്തിന്റെ കൃഷിയാണോ ബിസിനസ് ആണോ? അല്ല കേട്ടില്ല. ഏലത്തിന്റെ കൃഷിയാണോ അതോ ബിസിനസ് ആണോ? കൃഷി ഉണ്ടായിരുന്നു, കൃഷി ചെയ്ത് അവിടുന്ന് പിന്നെ ഇപ്പൊ വലിയ ഫാക്ടറി ഒക്കെ തുടങ്ങി വലിയ ബിസിനസ് ഒക്കെ സെറ്റ് ചെയ്ത്. ഞാനിപ്പോ അതൊന്നും അന്വേഷിക്കാറില്ല. ഒന്ന് ഒരു മിനിറ്റ് ഇവളെന്നെ പരിചയപ്പെടുന്നത് പോലും ഇവളുടെ അച്ഛന്റെ പേരറ്റ പേര് മത്തി ശിവൻ എന്ന് പറഞ്ഞ ആൾക്കാർ കളിയാക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ്. ഏലകൃഷി ഇവരുടെ തലന്നെയാണ് ഇതൊക്കെ. പിന്നെ ഇതൊക്കെ വസ്ത്രല്ലേ? ഇത് ഞാൻ കാര്യം പറ്റില്ല, നമ്മളെ സ്റ്റാൻഡേർഡ് ഒക്കെ കുടുംബമാണ് ഇത്. എനിക്ക് തോന്നുന്നില്ല. ഞാൻ പിന്നെ എന്തിനാ ഇത്രയും വണ്ടി എടുത്തിട്ട് മലയുടെ മുകളിൽ കൊണ്ടുവന്നേ? ഇത് സത്യം പറഞ്ഞ പുള്ളിക്ക് പണ്ട് മത്തി കച്ചവടമായിരുന്നു, ഇപ്പൊ ഏലമായെന്ന്. ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്തേലും ഒന്ന് ഞാൻ ഇതുവരെ ഇങ്ങനത്തെ പരിപാടിക്കൊന്നും നിന്നിട്ടില്ല വാസു. എന്തേലും ഒന്ന് ചോദിക്കോ, എന്തേലും ഒന്ന് സംസാരിക്കോ. ഞാനാണോ സത്യസന്ധമായിട്ട് പറഞ്ഞോട്ട് ജോക്കി, എന്നെ ഇങ്ങനെ ആക്കിയത് ആരാ? എന്നെ ഇങ്ങനെ ആക്കിയത് ആരാ? പെണ്ണുങ്ങളോട് സംസാരിക്കാൻ അറിയാനൊന്നും പറ്റാതെ ഒന്നും ഒരു എക്സ്പീരിയൻസും ഇല്ലാതെ എന്നെ ഇങ്ങനെ ആക്കിയത് ആരാ? പറ, ഇപ്പൊ പറ. അത് ജോക്കിയാ? അത് ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. എനിക്ക് അറിഞ്ഞുകൂടാ ഇതൊന്നും. എല്ലായിടത്തും ഞാനല്ലേ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഞാനിപ്പോ ഇത് ചെയ്തു തരണ്ടേ? മനസ്സ് മുരടിച്ച് പോയി. പണ്ട് തൊട്ടേ ഗ്യാങ്ങിന് വേണ്ടി സംസാരിച്ച് പെണ്ണുങ്ങളുടെ അടുത്ത് എങ്ങനെ സംസാരിക്കണമെന്ന് പോലും മറന്നുപോയി. അല്ല ഞാനിപ്പോ എന്തോ ചെയ്യണ്ടേ? പറ. ഒന്നും ചെയ്യണ്ട. എനിക്ക് ബാലൻ സമയം എടുക്കും ജോക്കി. കാരണം ഞാൻ അങ്ങനെ പെണ്ണുങ്ങളോട് സംസാരിക്കാത്തതുകൊണ്ട് എനിക്ക് അങ്ങനെ അറിഞ്ഞുകൂടാ ഒന്ന്. അത് ഞാൻ ഡീലായി തരാം. വണ്ടിയുടെ വെളി ഇറങ്ങി. ഇതെന്തോ അകത്ത് കയറിയിരിക്കുന്നേ? അല്ല നിങ്ങള് രഹസ്യം പറയാൻ പോയത്. ദർശന ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാലേ ദർശന ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഞാൻ ഒരു കാര്യം ദർശനയുടെ ഓപ്പൺ ആയിട്ട് പറയാം. നമ്മള് ഈ ഗ്യാങ് എന്ന രീതിക്ക് നമ്മൾ ഒരു പെൺപിള്ളാരുടെ അടുത്ത് നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഇതായിട്ടില്ല. എന്തിനു പറയുന്നത്, നമ്മൾ സംസാരിക്കാനോ ഇതിനൊന്നും പോയിട്ടില്ല. ദർശനയ്ക്ക് ഒരു ഞാൻ അന്ന് ദർശനടുത്ത് പറഞ്ഞൊരു പോയിന്റ് ഓർമ്മയുണ്ടോ? ദർശനയ്ക്ക് ഈ സിറ്റിയിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ചെറുക്കൻ കിട്ടുന്നുണ്ടെങ്കിൽ അത് എന്റെ പറഞ്ഞിരിക്കുന്ന ഇവൻ മാത്രമാണ്. പക്ഷെ എന്ത് ചെയ്യാം, ഇപ്പൊ പോലും ദർശനയുടെ മുഖത്ത് നോക്കുന്ന സമയത്ത് കണ്ണടച്ചിട്ടാണ് നോക്കുന്നത്. കാരണം സംസാരിക്കാൻ നാണം. പക്ഷെ അതിശയോക്തി പറഞ്ഞത് അത് കണ്ണടക്കിയോന്ന് എന്റെ പിന്നെ. ഇവിടെ ഞാൻ ഒരു കാര്യം പറയാം. വാസു എന്തോ എന്നെ കാണുന്നില്ല. എന്നെ കാണുന്നില്ല ഇരിക്കുന്നു. നമുക്ക് കാണാം. വണ്ടി കയറിയിട്ട് ഇറങ്ങാൻ പറ്റുന്നുണ്ടോ? ഇറങ്ങി ഇപ്പൊ കാണാവോ? റീഫ്രഷ് അടിച്ചപ്പോ പോയി.
എടീ മായേച്ചിയായി കേട്ടോ, മായേച്ചിയായി, ചെറുക്കൻ മായേച്ചിയായി. ഒന്ന് കോഡിനെ വിളിച്ചിട്ടൊന്ന് ഞാനിത് ഇത്രയും വലുതായത്. ഹലോ, എന്നാ കോഡ് ഇതാണ് പ്രശ്നം മോളെ. ഞാൻ കാര്യം കോഡ് പറയട്ടെ, വേണം. ഇതെന്താ ഇങ്ങനെ? ഇതെന്താ? ഹലോ, ഇതെങ്ങനെ ഇങ്ങോട്ട് പോണേ? ഹലോ ജോക്കി, ഹലോ എക്സ്റ്റൻഡ് ബഡ്ജറ്റ് കൂടണമെങ്കിൽ ഇനി എസ്കേപ്പ് അടിക്കണോടാ.